ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇതുപോലെ പച്ചമാങ്ങയും അതുപോലെ തന്നെ നാരങ്ങയും നെല്ലിക്കയൊക്കെ ഇട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊരു വെറൈറ്റി ആയിട്ട് വഴുതനങ്ങ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു അച്ചാർ. ആദ്യം ചട്ടി ചൂടാക്കി അതിലേക്ക് ഇതുപോലെ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് എണ്ണയിൽ മുങ്ങിക്കിടക്കണ്ട, അതൊന്നും വഴന്ന് മുരിഞ്ഞു വരാനുള്ള എണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ കടുകുപൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും ആ കടുകുപൊടി കിടന്ന് നല്ലപോലെ കടുകൊന്ന് പൊട്ടും. ആ കടുകൊന്ന് പൊട്ടി വന്നാൽ നേരത്തെ കുത്തി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 2 അല്ലി വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കണ അത്രയും നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെ നേരത്തെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ച വഴുതനങ്ങയാണ്. ഇത് വെള്ള കളർ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് അത് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ആ തിളച്ചെണ്ണയിലിട്ടിടുമ്പോഴത്തേക്കിനും അതൊന്ന് മുരിയാൻ തുടങ്ങും. വഴുതനങ്ങ ആവി കയറുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ക്രീമി പരുവത്തിൽ നമ്മൾ അച്ചാർ തൊടുമ്പോഴത്തേക്കിനും കിട്ടും. നമ്മൾ ഡേറ്റ്സൊക്കെ അച്ചാറെടുത്തില്ലേ, അതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിനും നല്ലപോലെ എണ്ണ പിടിച്ചിട്ട് അതൊന്ന് മുരിയാൻ തുടങ്ങും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഇതിൽ കിട്ടുക. ഒരുപാടങ്ങ് മൂക്കാൻ വിട്ടാൽ അതങ്ങ് കരിഞ്ഞു പോകും. പിന്നെ അതിനൊരു വടച്ചൊവയുണ്ടായിരിക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരുവത്തിലെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് മസാലപ്പൊടികളെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും ഇച്ചിരി കായപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അത്രയും തന്നെ മസാലയുടെ ആവശ്യമുള്ളൂ നമ്മുടെ ഈ വഴുതന അച്ചാറിന്. അപ്പോൾ ഇതുപോലെ മസാലയെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ശകലം ഉപ്പുകൂടി ചേർത്തിട്ട് ഇളക്കാം. ഇനി കാണുമ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഇളക്കി കൊടുത്തിട്ട് അവസാനം ഒന്ന് നോക്കിയിട്ട് ശേഷം മാത്രം ബാക്കി ഉപ്പിട്ടാൽ മതി. കാരണം ഒരുപാട് അങ്ങ് ഉപ്പിട്ട് പോയാൽ അച്ചാർ അഴുക്കായി പോവും, നല്ല ടേസ്റ്റ് പോയി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ അതോടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. വിനീഗറോട് ചേർത്തപ്പോഴേക്കും അതിലേക്ക് പെട്ടെന്ന് പുളി കയറി പിടിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് വിനീഗർ ഒഴിച്ച് ആദ്യം ഒന്ന് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി അതൊന്ന് യോജിപ്പിക്കണം. എന്നിട്ട് പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടി എടുക്കണം. കാരണം ഒരുപാട് വെള്ളത്തിലങ്ങ് കടന്ന് വേവരുത്. കാരണം ഇതൊന്ന് വരട്ടി എടുക്കണം. എന്നാലേ ഈ അച്ചാറിന് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ മധുരം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അച്ചാറിന് ഇച്ചിരി മധുരം കൂടി ചേർക്കുമ്പോഴത്തേക്കിനും ആ എരിവും പുളിയും കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം ഇതിൻ്റെ മധുരത്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടുമ്പോഴത്തേക്കിനും അച്ചാറിൻ്റെ ആ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വരട്ടിയെടുത്താൽ നമ്മളുടെ അച്ചാർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് അച്ചാർ വാങ്ങാൻ കാണും. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ ഒന്ന് വറുത്ത് ഒന്ന് പെരളം പോലെ എടുത്ത ഒരു ടൈപ്പായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമ്മളുടെ വഴുതനങ്ങ അച്ചാറിൻ്റെ ഇത്. അപ്പോൾ ഇതിനെ വാങ്ങി വെക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ അച്ചാർ ആക്കി എടുത്തുകൊണ്ട് നമ്മളിത് എത്ര നാൾ വേണമെങ്കിലും ഇത് ഭരണിയിൽ ഇരുന്നോളും. കാരണം ഒരു വായു കയറാതെ ടിപ്പിലിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പം അത്യാവശ്യം വൃത്തിക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഇതുപോലൊരു വാഴയില വെച്ചിട്ട് അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ അച്ചാറാണിത്. അപ്പം മാങ്ങ കൊണ്ട് മാത്രമല്ല, നമുക്ക് വെറൈറ്റി ആയിട്ട് അച്ചാർ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.